നെടുമൺകാവ് ഈസ്റ്റ് ഗവൺമെന്റ് LPSലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇന്ന് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷ പ്രസംഗത്തിൽ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. സത്യത്തിൽ ഇന്ന് ഈ പരിപാടിക്ക് വരാൻ കഴിയുന്നതായിരുന്നില്ല. ഇനിയും 3-4 സ്കൂളുകൾ കൂടി പരിപാടിയുണ്ട്. എല്ലാം ഏകദേശം ഇതേ ടൈമാണ്. പക്ഷെ തിരുവിൻ്റെ എല്ലാം സ്നേഹപൂർവമായ അഭ്യർത്ഥന ഒരിക്കലും നിരസിക്കാൻ കഴിയാത്തത് കൊണ്ട് വേട്ടനാണ് വഹിച്ചാൽ. അതുകൊണ്ടാവാം അങ്ങനെ പറഞ്ഞത്. ഞാനതുകൊണ്ട് ഉദ്ഘാടനം എന്ന നിലയിൽ പ്രസംഗം നടത്താനേ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിനിലാലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷും ലൈല മെമ്പറും എല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാം കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കപ്പെടും. നമ്മുടെ സ്കൂള് ധാരാളം പരിമിതികളുള്ള ഒരു സ്കൂളാണ്, നമുക്കറിയാം. ആ പരിമിതികളുള്ള സ്കൂള് നമുക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റിയെടുക്കണം. എന്തായാലും ഇവിടെ നല്ല ഊർജസ്വലരായിട്ടുള്ള PTA ഭാരവാഹികളും അധ്യാപകരും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അവരുടെയൊക്കെ സഹായത്താൽ നമുക്ക് ആ നിലയിലേക്ക് നമ്മുടെ സ്കൂളിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ സാധാരണ PTA-ക്കാരും അധ്യാപകരും ഒക്കെ നിവേദനങ്ങളൊക്കെ തരാറുണ്ട്. പക്ഷേ ആ നിവേദനം വിടാതെ പിന്തുടരുന്നവരാണ് നിങ്ങളുടെ PTA ഭാരവാഹികൾ. അതുകൊണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ പോകാൻ കഴിയില്ല. കാരണം അവർ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവരുടെ ഇപ്പോൾ തിരുവാണെങ്കിൽ നല്ലൊരു സ്ഥാപനം നടത്തി മികച്ച ഒരു സംഘാടകൻ കൂടിയാണ്. PTA പ്രസിഡന്റ് ടിനു K. രാജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് R. ശാന്ത, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിലാൽ, കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. രാജേഷ് എന്നിവർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഉപജില്ലയിൽ നെടുമൺകാവ് ഈസ്റ്റ് LPS സ്കൂള് 75 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. സ്കൂളിൻ്റെ 75 വർഷങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായുള്ള പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവുമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ആരംഭത്തിൻ്റെ ഉദ്ഘാടനം കോന്നിയുടെ MLA ജനീഷ് കുമാർ അവറുകളാണ് നിർവഹിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഞങ്ങൾ പദ്ധതി ചെയ്തിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അധ്യാപകർക്ക് ഒരു ഗുരുക്കന്മാരെന്നുള്ള നിലയിൽ അവരെ ആദരിക്കുകയും അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പഠന മികവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്കൂളിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളൊക്കെയും ഞങ്ങളുടെ ഈ വാർഷികത്തെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.